എന്ന് പറഞ്ഞാൽ എന്ത് ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ മര്യാദയില്ലാത്ത ക്രൈം ഒക്കെയാണ് ഇവിടെ. അഫ്വാൻ എന്ന 23 വയസ്സുകാരനില്ല നെട്ടിക്കുന്ന കൊലപാതകം. ഞാൻ നെട്ടി കേട്ടാ, നല്ല രീതിയിൽ എന്നെ നെട്ടിച്ചളഞ്ഞ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അനിയനെയും ക്രൂര കൊലപാതകം, അനിയനെയും ഉമ്മുമ്മായും മുത്തുമ്മായും മൂത്താപ്പ എല്ലാം കൂടെ കൊന്നവന്. ഗൈസ് നമുക്ക് അറിയാവുന്നുള്ളത് ഈ ഒരു അഫാനെ മാത്രമാണ്. 23 വയസ്സുള്ള ഈ ഒരു അഫാനെ മാത്രം നമുക്ക് അറിയാം. പക്ഷേ ഇതേപോലത്തെ ഒരുപാട് അഫാമാർ നമ്മുടെ ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് എല്ലാം ഉണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് പിടിച്ചു പറിക്കാനും മോട്ടിക്കാനും നടക്കുന്ന ഒരുപാട് അഫാമാർ, 23 വയസ്സ് 25 താഴെ പ്രായമുള്ള ഒരുപാട് പയ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ദിവസം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മോട്ടിക്കുന്നവന്മാർ. ഞാൻ എന്തിനടാ എന്ത് ജീവിതം ഇവരൊക്കെ പെട്ടെന്നുണ്ടാകുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഈ കടം ഉണ്ടായെന്ന് അറിയണ്ടേ? ഇവരൊക്കെ ആദ്യം ഒരു ജോലിക്ക് കയറും, അവിടെയാണ് ഇവരുടെ സ്റ്റാർട്ടിങ്. ഇവർ ജോലി ഇല്ലാതെ കടം വാങ്ങിക്കുന്നതല്ല, ഇവർ ആദ്യം ജോലി കിട്ടി ശമ്പളം കിട്ടും, കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞിട്ട് ഈ പൈസയാണ് അവരുടെ കടം വരാനുള്ള ഏറ്റവും വലിയ കാര്യം. ഈ ചെറുപ്രായത്തിൽ ഒരു ജോലി കിട്ടി, ആ ജോലിയിൽ കിട്ടുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് അവർക്കറിഞ്ഞൂടാ. അവർ ലഹരിയിൽ പെട്ട് പിന്നെ അവർക്ക് ഈ കടത്തിന് സാധനങ്ങൾ കൊടുത്ത് ഒരുപാട് കടങ്ങൾ വാങ്ങിച്ച് ഇവർ കൂട്ടും. അതിലിവർ കടം തീർക്കാൻ വേണ്ടിയിട്ട് ജോലിയും നഷ്ടപ്പെടും. ഈ ലഹരി ഉപയോഗത്തിൽ ഇവർക്ക് കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ജോലി നഷ്ടപ്പെടും. പിന്നെ അവർക്ക് വേണ്ടത് പണമാണ്. പണത്തിന് വേണ്ടിയിട്ട് മോട്ടിക്കാൻ ഇറങ്ങും. ഇങ്ങനെ മോട്ടിക്കാൻ ഇറങ്ങിയ കുറച്ച് യുവാക്കൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്നുള്ളത് ഈ കൊലപാതകം ചെയ്ത 23 വയസ്സായ ഒരു അഫാനെ മാത്രം. ഒരുപാട് അഫാന്മാർ നമ്മുടെ കേരളത്തിൽ സൈലൻ്റായിട്ട് ഇരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം. ആരുടെ തെറ്റാണ് പറ? ആരുടെ തെറ്റാണ്? നമ്മളെ ഗവൺമെൻറ്റിൻ്റെ തെറ്റാണോ അതോ വീട്ടുകാരുടെ രക്ഷകർത്താക്കളുടെ തെറ്റാണോ? ഇത് ലഹരിയിൽ ഉൾപ്പെടുന്ന ആരുടെ തെറ്റാണ്? ആദ്യം ഇപ്പോഴേ പ്രസവിച്ച സമയം കാലുമാരി അതിലെ അടിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ അടിക്കൂ? പിന്നെ ആദ്യം എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാല് വലിച്ചവരിലടിക്കും. അപ്പോൾ ഉടനെ ഒരു പ്രസവമുണ്ട്, കാല് വലിച്ചവരിലടി. പിന്നെ ഒരുപാട് നമ്മൾ ആൾക്കാരെ പിള്ളേരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങനെ അടിക്കാനും പാടില്ല, ഒരുപാട് സ്നേഹിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മൾ കൊണ്ടുപോകും അല്ലേ? ഒരുപാട് ലാളിച്ച് സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അഫ്വാനോ അല്ലെങ്കിൽ അഫ്വാന്റെ ഒരു സഹോദരൻ. ഇല്ല, കഴിഞ്ഞ ദിവസം തന്നെ നിനക്കറിയാം, നമ്മൾ വളരെ വേണ്ടപ്പെട്ടൊരു പയ്യൻ എൻ്റെ അടുത്തൊന്ന് പറയാണ്. നിനക്കറിയാം പയ്യന എൻ്റെ അടുത്ത് പറയണ്ട, ആ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വലിയ പ്രശ്നം. എന്തിനാണ് പ്രശ്നം? അനിയൻ ലഹരിക്ക്, അവൻ്റെ അനിയനല്ല അവൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ ലഹരിക്ക് ഭയങ്കരമായിട്ട് അടിമയായിട്ട് നിൽക്കുകയാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നം, ഉമ്മാക്ക് സമാധാനമില്ല. അപ്പം പല വീടുകളിലും ഇത് ഉറങ്ങിക്കിടക്കുകയാണ്, ആരും പുറത്ത് പറയുന്നില്ല. ഒരുപാട് വീടുകളിൽ ഈ പ്രശ്നമുണ്ട്, ചോദിക്കുന്നില്ല. ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒരാൾ ഒരു ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ നമ്മൾ അവനെ തിരിച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കും. പക്ഷേ അതിന്റെ തറക്കല്ല നെല്ലിപ്പലക എന്ന് പറയാൻ ആരും പോകില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരുപാട് അഫാമാർ ഇനിയുണ്ട്. അപ്പം ഇതിനൊരു ഒരു കൗൺസിലിംഗ് നടത്തുന്ന രീതിയിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം. ഗവൺമെന്റ് അങ്ങനെ ഒരു ഇത് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. വീടെല്ലാം അകത്തുണ്ട് ഒരുപാട് അഫാമാര് തട്ടും. ആൾക്കാർ വിടണം. ഇങ്ങനെയുള്ള അഫ്വാന്മാർ ഏരിയയിൽ എങ്ങനെ പോകും കൗൺസിലിംഗ്? കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കും. അവൻ പറ, നീ പറ, ഇച്ചാത്തി വേഗം. അയ്യോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്തിന്റെ ഒരു ഇതാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്? ഇതൊരു വ്യാധിയാണോ അതോ ഇത് നമുക്ക് തരുന്ന മരുന്നുകളിൽ നിന്നുണ്ടാവുന്ന നമ്മുടെ ഈ അണുക്കൾ പ്രവർത്തിക്കുന്ന ഒരു ഇതാണോ ഒന്നും അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഇറക്കണായിരിക്കും. ആരും പറയൂല കൊറോണ പോലെ എന്ത്. പക്ഷെ ഉണ്ട്. ഇപ്പൊ ഈ ഇത് ഒരു സംഭവം ഒരു അഫാന് മാത്രമാണ്. പക്ഷെ ഇതേപോലെ എനിക്കറിയാം ചില ആൾക്കാരെ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ചില ആൾക്കാർക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ട് മാറണം മാറാൻ പറ്റൂല, അവരൊക്കെ ഉണ്ട് അല്ലേ? അതാണ് അഡിക്റ്റ്. ആരും പോരുത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ്. ജീവമാണെങ്കിൽ സ്വഭാവം മാറണ്ട അസ്സലാമലൈക്കും പറഞ്ഞ് തപ്പിക്കോളും കേട്ടല്ലേ. തോളിലെല്ലാം കഴിച്ച് ഓടിക്കോളൂ, നിക്കല്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മളെ ഗവൺമെന്റ് എന്തിനാ ജനസംഖ്യ വോട്ട് ഇലക്ഷൻ കുറയും, വോട്ട് ഇനിയില്ല, വോട്ടുകളൊന്നും ഇല്ല, വോട്ടുകളൊക്കെ കുറയും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് അല്ല, ഇത് ഇപ്പം ചെയ്യേണ്ടെന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. ഇത് അങ്ങനെയുള്ള ആൾക്കാർ സമൂഹം നമ്മളിങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടെത്തി നമ്മൾ അവർക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം ഒരുപാട് സംഭവങ്ങൾ കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലത് ചെയ്തതാണെന്ന് അല്ലേ? ഒരു കാരണമില്ല ആരെങ്കിലും ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാരണങ്ങളായിരിക്കും അവർ മനസ്സിനകത്ത് ഇട്ടിട്ട് അത് വലുതാക്കും. സംഭവം സംസാരിക്കുമ്പോൾ അത് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഇതിനെ ചിലപ്പോഴേ അവര് കണക്ക് കൂട്ടാതിരിക്കുമ്പോഴാണ് ഇവരും വിചാരിക്കുക അപ്പം ഇതിങ്ങനെ കൈവിട്ടു പോണ രീതിയിൽ അങ്ങ് പോകും. മനസ്സിലായ?
നമ്മൾ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്നാണ് ചോദിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ അവർക്കും ഒരു ഇതുണ്ടാകും, നമുക്കൊരു താങ്ങും തണലും ഉണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് അപ്പം അവിടെ നിന്ന് എണീച്ച് ഈ വീഡിയോ എടുത്ത് എന്നെ ഒന്ന് നിന്നെ തപ്പി വരും അപ്പാ നോക്കിയോ. അപ്പൊ ശരി ഗൈസ്, അപ്പൊ അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഇതേപോലെ ഉറങ്ങിക്കിടക്കുന്ന അഫാമാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുപോകാൻ കാരണം. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ഇത് പറയുകയാണെങ്കിലേ നമ്മളെ ഈ കേരളം എന്നൊക്കെ പറഞ്ഞാലേ ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇതൊക്കെ നടക്കുമായിരിക്കും അല്ലേ. പക്ഷേ ഇത് ഇത്ര കേരളത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലേ. തീർച്ചയായിട്ടും ഒരു എന്ന് പറഞ്ഞാൽ എന്ത് ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ക്രൈം ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ ഒരു ഇത് എല്ലാവരുടെ നിന്നും ഉണ്ടാവണം അല്ലേ. എന്തെങ്കിലും ഒരു അപാകതകൾ കണ്ട അതിനെ പരിഹരിക്കാനുള്ള നമ്മൾ ചെയ്യണം. കാരണം ചില ആൾക്കാർ ഇപ്പൊ പറഞ്ഞു കണക്കല്ലേ, ചില ആൾക്കാർ രക്ഷകർത്താക്കൾ മിണ്ടാതിരിക്കും. മക്കൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉമ്മമാര് മക്കളും സപ്പോർട്ടൊക്കെ ചെയ്യണം. മക്കൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ല, പക്ഷെ അതിനെ നമ്മൾ എതിർക്കേണ്ട സമയത്ത് എതിർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നാളെ നിങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വരൂല. എന്ത് അത് മാത്രമേ പറയാനേ ഉള്ളൂ. ആരോ പറഞ്ഞ കണക്ക് ചുട്ടയിലെ ശീലം ചോട വരെ എന്ന് പറഞ്ഞ കണക്ക് ചെറുപ്പത്തിലെ നമ്മൾ അവരെ ഏത് രീതിയിലാണോ കൊണ്ടുവരുന്നത് ആ രീതിയിലായിരിക്കും അവർ വളർന്നു വരുന്നത്. എന്ത് അപ്പം നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി